ഈ നാടക ചലച്ചിത്ര രംഗത്ത് സാർ വന്നിട്ട് ഒരു 50 കൊല്ലത്തോളം ആയി എന്നുള്ളത് അറിയാം. അങ്ങനെ ഒരു കാലയളവ് തിരിച്ചു നോക്കുമ്പോൾ സാറിന് ഓർമ്മകൾ എന്തൊക്കെയാണ്? ആദ്യം വരുന്ന ചിന്ത ഒരു അരക്ഷിതാവസ്ഥയാണ്. അതായത് 56-ലാണ് ഞാൻ ആദ്യമായിട്ട് നാടകത്തിലേക്ക് ഒരു പ്രൊഫഷൻ എന്നുള്ള നിലയിൽ കാലൂന്നിയത്. അതിന് മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. 2ാം ക്ലാസ് മുതൽ അഭിനയിക്കാൻ തുടങ്ങി. പക്ഷേ ഒരു നടനാകുമെന്നോ നടനാകണമെന്നോ ഉള്ള ഒരു തീരുമാനമില്ല, ഒരു തോന്നലില്ല, അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസവും ഇല്ല. അപ്പോൾ ഈ അരക്ഷിതാവസ്ഥ എന്ന് പറയുന്നത് ആദ്യമായി നാടകത്തിലേക്ക്, ഇപ്പോൾ അന്നത്തെ കാലത്ത് ഈ പെണ്ണുങ്ങളൊന്നും നാടകത്തിൽ അങ്ങനെ അഭിനയിക്കില്ല, എല്ലാം പെൺവേഷമാണ്. എങ്കിലും വളരെ വിരളമായിട്ട് ചില സ്ത്രീകൾ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. അതൊന്ന് പട്ടം സരസ്വതി അമ്മയാണ്, തിരുവനന്തപുരംകാരി. പട്ടം സരസ്വതി അമ്മയുടെ ബ്രദറാണ് പട്ടം സദൻ. അദ്ദേഹം സിനിമയിലായിരുന്നു ആ സമയത്ത്. പിന്നെ രാജകുമാരി, അവരിപ്പം ഓൾ ഇന്ത്യ റേഡിയോയിലുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് റിട്ടയറായി കാണണം. അങ്ങനെ ചില ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം അഭിനയിക്കുമ്പോൾ എൻ്റെ കൂടെ അഭിനയിച്ചതിൽ ഒരാൾ പട്ടം സരസ്വതി അമ്മയാണ്. പിന്നെ ഒരാൾ ഈ അടുത്ത കാലത്ത് അന്തരിച്ചൊരു പാട്ടുകാരി ശാന്താപ്പി നായർ. പക്ഷേ ഈ പെണ്ണുങ്ങളായിട്ട് നിന്ന് സ്റ്റേജിൽ നിന്ന് അഭിനയിക്കുമ്പോൾ അന്നത്തെ കാലഘട്ടം ഇന്നത്തെ പോലെ ഈ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അങ്ങൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ഈ വാലന്റൈൻ ഡേ ഒന്നുമില്ല. അപ്പോൾ അന്ന് സ്ത്രീകളുമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് ഇതുപോലൊരു ഗാർഡൻ പ്ലേസിൽ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാൻ കണ്ടാൽ വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കും, എന്തോടാ ആ പെണ്ണുമായിട്ട് എന്താണ്? അങ്ങനൊരു കാലഘട്ടത്തിലാണ് ഞാനിത് തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ വീട്ടിൽ ഇതിന് പ്രതിഷേധം ഉണ്ടായി. ഗ്രാജുവലായിട്ട് പിന്നീട് ഞാൻ അഭിനയിച്ച നാടകങ്ങളിലും എല്ലാം പെണ്ണുങ്ങളായിരുന്നു. ചങ്ങനാശ്ശേരിയിലുള്ള ഒരു ചങ്ങനാശ്ശേരി പേര് പറയാമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ വളരെ പെർഫെക്റ്റായിരുന്നു അന്ന്, അവരും പെർഫെക്റ്റായിരുന്നു. ചങ്ങനാശ്ശേരി തങ്കവും ചിന്നമ്മയും ചേട്ടത്തി അനിയത്തി അവരിന്നുണ്ട്. അവരെൻ്റെ കൂടെ അഭിനയിച്ചു. അവരന്ന് അഭിനയിച്ചിരുന്ന ഒരു സിനിമയുണ്ട്, പാടാത്ത പൈങ്കിളി, ജയിൽ പുള്ളി മുതലായ സിനിമകൾ. 57-ലാണെന്ന് തോന്നുന്നു. അപ്പോൾ അന്നേരം അവരെ ഞങ്ങൾ സിനിമാ നടികൾ എന്നുള്ളൊരു മേന്മ അവർക്കുണ്ട്. അതുകൊണ്ട് പോയി അവരെ വിളിച്ചു. അപ്പോൾ സിനിമ താരങ്ങൾ അഭിനയിക്കുന്നു എന്നൊക്കെ പബ്ലിസിറ്റി വരുമ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് കൂടും. ഇങ്ങനെയൊക്കെയാണ് സത്യം. അന്നത് അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാനാണ് ചങ്ങനാശ്ശേരി പോയി ഇവരെയൊക്കെ വിളിച്ചുകൊണ്ട് വരിക. ഞാൻ അവരോട് വളരെ മാന്യമായിട്ട് പെരുമാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരിന്നും ജീവിച്ചിരിപ്പുണ്ട്, അവർക്കറിയാതെ. അങ്ങനെ ഒരു ദിവസം നാടകം കളിച്ചിട്ട് ഇവരെ അവിടുത്തെ ഒരു ലൈബ്രറി ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് ഞങ്ങളിത് കളിച്ചത്. അപ്പോൾ അത് മുണ്ടക്കയം തിയേറ്ററിൽ അഭിനയിക്കാൻ വേണ്ടിയുള്ള ചിലവും കാര്യങ്ങളുമൊക്കെ ഈ ലൈബ്രറിയുടെ ആൾക്കാരാണ് നടത്തിത്തന്നത്. നടത്തിത്തരാവുന്നവർ ഏറ്റു, അങ്ങനെ അവർ നടത്തിത്തന്നു. പക്ഷേ ഞങ്ങൾക്ക് പൈസ ഒന്നും കിട്ടിയില്ല. ഈ നടികളെ അയക്കണം, അതിന് 100 രൂപ വേണം അവർക്ക്, റെമ്യൂണറേഷൻ തന്നെ. പിന്നെ മറ്റ് വണ്ടിക്കാശ് ഒക്കെ ഉണ്ട്. പിന്നെ കർട്ടൻ കേശവൻ എന്ന് പറഞ്ഞ ആളാണ്, ആർട്ടിസ്റ്റ് കേശവൻ. അദ്ദേഹത്തിന് അന്നത്തെ കാലത്ത് 25 രൂപയാണ്. അന്ന് എന്ത് കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്നൊരു സ്വഭാവം എനിക്കുണ്ട്, ഇന്നുമുണ്ട്. ഞാനന്ന് നേരെ ചെന്നിട്ട് കേശവൻ ചേട്ടനെ വിളിച്ചിട്ട് പറയും, ചേട്ടാ കാശ് എൻ്റെ കയ്യിലില്ല, ചേട്ടൻ പോകണം, 5 രൂപ ഞാൻ വണ്ടിക്കാശ് തരും, 2 ആഴ്ചയ്ക്ക് ഞാൻ കാശ് അവിടെ കൊണ്ട് തരും. പിന്നെ ഈ കേശവൻ ചേട്ടൻ പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുന്നു, ആ ഒരു ചെറുപ്പക്കാരനല്ലേ, ഞാൻ വിശ്വസിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. 2 ആഴ്ച കഴിഞ്ഞ് കാശ് കൊണ്ട് കൊടുത്തു. പക്ഷേ ഈ 2 ദിവസം ഈ നടികളെ പറഞ്ഞയക്കാൻ വയ്യാതെ അവരെ അവിടെ ഞങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കളുടെ വീടുമൊക്കെ ഉണ്ട്, ചേട്ടത്തിമാരെന്നൊക്കെ വിളിക്കുന്ന പെണ്ണുങ്ങളുണ്ട്, അവരുടെ വീട്ടിൽ താമസിപ്പിച്ചു. അവർ പറയുന്നത്, നീ ഒന്നും വിഷമിക്കണ്ട, നീ വയ്ക്കോ, ഞങ്ങൾ നോക്കിക്കോളാം. അവസാനം കാശ് കിട്ടാതെ എൻ്റെ ചേട്ടനുണ്ട്, എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിൻ്റെ മകൻ, പുള്ളിയുടെ ഭാര്യ സരോജിനി, അതായത് സെരോപ്ലാസ്റ്റ്, അദ്ദേഹത്തെ പോയി കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടൻ അറിയാതെ എനിക്കൊരു 300 രൂപ തരണമെന്ന്. ചേട്ടൻ അറിയാതുള്ള ഏർപ്പാടൊന്നും വേണ്ട, 300 രൂപ ഞാൻ തരാം. എന്തിനാണ് 300 രൂപ? നാടകം കളിച്ചാൽ എന്തിനാണ് ഈ നാടകം കളിച്ചിങ്ങനെ നശിച്ചു പോകുന്നത്? എന്തെങ്കിലും പഠിച്ച് ജോലി എന്തെങ്കിലും നോക്കാം, അതാണെന്ന് എന്നെ ഗുണദോഷിച്ചു. എനിക്ക് ഗുണദോഷം ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞ് കാശുണ്ടെങ്കിൽ തരിക, ഗുണദോഷിക്കണ്ട. അപ്പോൾ പറഞ്ഞ് അങ്ങനെ ഞാൻ കാശ് തരത്തില്ല, ഇനി മേലാൽ ഇതിന് പോകില്ലെന്ന് ഉറപ്പ് തരണം. ചേട്ടനോട് ഞാൻ പറയും. അപ്പോൾ ചേട്ടനോട് പറയരുത്, അത് ശരിയാകില്ല. അങ്ങനെ ഞങ്ങൾ പിണങ്ങി ഞാൻ ഇറങ്ങിപ്പോയിരുന്നു. ഞാൻ ഇറങ്ങി റോഡിൽ കൂടെ ഒരു 2 കിലോമീറ്റർ ഇടുന്ന എൻ്റെ വീടാണ്. അവിടെ നിന്നൊരു 5 മൈൽ പോയാലാണ് മുണ്ടക്കയം ടൗൺ വരുന്നത്.
അവിടെയാണ് മറ്റവരെല്ലാം. ഞാനിങ്ങനെ ഈ റോഡിൽ കൂടെ നടന്ന് പോകുന്ന പോക്കിൽ പുറകിൽ നിന്നൊരു കാറ് വന്ന് എന്നെ ഓവർടേക്ക് ചെയ്തിട്ട് ഈ ക്യാഷ് എടുത്ത് തരികയാണ്. ചേച്ചി കൊടുത്തയച്ച. അപ്പോൾ ശങ്കരൻ എന്നാണ് ഡ്രൈവറുടെ പേര്. അങ്ങനെ പറഞ്ഞ് കുഞ്ഞെ ചേച്ചി തന്നയച്ച. എനിക്ക് വേണ്ട, കൊണ്ടുപോകാൻ പറഞ്ഞു. യോ എനിക്ക് ഇവിടെ കയറാൻ ഒക്കത്തില്ല, കൊണ്ടു. അങ്ങനെ ഞാൻ വാങ്ങി. വണ്ടിയെ കയറി ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ഞാൻ പറയും വേണ്ട, എനിക്ക് മുണ്ടൊക്കെ ഇതാ പോകണ്ടേ, ഞാൻ അവിടെ കൊണ്ടാക്കാം. എവിടെ പോകണം അവിടെ കൊണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയും വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. ഒടുവിൽ നിർബന്ധിച്ച് വണ്ടിയെ എന്നെ കൊണ്ടാക്കി. അങ്ങനെ ഞാൻ ഈ പെൺകുട്ടികളെയൊക്കെ പറഞ്ഞു വിട്ടു അന്തസ്സായിട്ട്. 2 ദിവസം കഴിഞ്ഞെങ്കിലും അവർക്ക് ആർക്കും ഒരു എതിരുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വരുന്നു. നല്ല വിശപ്പാണ്. ഉച്ചയ്ക്ക് ഉണ്ണാനിരിക്കുന്നു. അന്ന് അയലക്കറിയാണ്, ചോറും. അപ്പോൾ വീട്ടിൽ ഉള്ളവരെല്ലാവരും തന്നെ കൂടുതൽ എരിവ് കഴിക്കുന്ന വർഗ്ഗങ്ങളാണ്, പ്രത്യേകിച്ച് അച്ഛൻ. അപ്പോൾ ഞങ്ങളെല്ലാം ഇപ്പോഴും ഞാൻ നല്ല എരിവുണ്ടെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. അമ്മ ചോറും വിളമ്പി ഈ അയലക്കറി വിളമ്പി വെച്ച് വേറെന്തോ തോരൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമേ പരവേശത്തോടെ ഈ അയലക്കറി എടുത്ത് ചോറിനകത്ത് ഒഴിച്ചിട്ട് ഇളക്കി ഒരു ഉരുള വായി വെച്ചാൽ ഭയങ്കര എരിവ്. അമ്മയ്ക്ക് തെറ്റുപറ്റിയതാ. ഏറ്റവും കൂടുതൽ എരിവ് കഴിക്കുന്നവരുടെ അവിടെ തെറ്റുപറ്റിയാലത്തെ സ്ഥിതി എന്തായിരിക്കും? എരിവ് പിന്നെയും കൂടുതലേ. ഞാൻ പറഞ്ഞത് മനുഷ്യൻ്റെ വായി വെച്ച് തിന്നാൻ കൊള്ളാത്ത ഏർപ്പാടാണല്ലോ ഇത്. എന്താ അപ്പം വിശപ്പുള്ളത് കൊണ്ടാണ് കൂടുതൽ ദേഷ്യം വന്നത്. ഇത്ര എരിവ് കറിക്കാരെങ്കിലും ഉണ്ടാക്കുമെന്ന് ഉടനെ അമ്മ ഇങ്ങ് പുറത്തേക്ക് വന്നിട്ട് ചങ്ങനാശ്ശേരി ചെല്ലടാ, നന്നായിട്ട് അയലക്കറി വെച്ച് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ മീൻകറി വെക്കുന്നതിന് എല്ലാവരും വിദഗ്ധരാണ്. ഇതൊരു സത്യമാണ് ഇപ്പോഴും. അപ്പോൾ അത് അമ്മ മുമ്പ് പറഞ്ഞിട്ടുമുണ്ട്. മീൻകറി ചങ്ങനാശ്ശേരിയിൽ തന്നെ ഓരോരുത്തർ വെക്കും. അപ്പോൾ അതും കൂടെ വെച്ചിട്ടാണ് എനിക്കിട്ട് ഈ കുത്ത് ചങ്ങനാശ്ശേരി ചെല്ലടാന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം ഞാൻ ഈ 2 ദിവസം ആ 2 പെൺകുട്ടികളോട് വളരെ മര്യാദയായിട്ട് മാന്യമായിട്ടാണ് പെരുമാറിയത്. എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച അമ്മയാണ്. അവർക്ക് എന്നെ അറിയാമെങ്കിൽ ഈ ലോകത്ത് ആരറിയും എന്നെ. ഞാനൊരു റൂൾ തടി എവിടെ ഇരുന്ന് എടുത്തിട്ട് ഈ ഒരൊറ്റ അടിയാണ് ഈ ചോറും കറിയും എല്ലാം കൂടെ. അത് താഴെ വീണിട്ട് സിമെൻറ്റ് തറയിൽ കൂടി ഇങ്ങനെ നിരങ്ങി അമ്മയുടെ കാലിൻ്റെ താഴെ പോയി അവിടെ നിന്ന് അമ്മ ഇങ്ങനെ നോക്കിയിട്ട്, അപ്പോൾ അതിൻ്റെ ചിത്രമൊക്കെ ആലോചിക്കണം. അമ്മ ഇങ്ങനെ നോക്കിയിട്ട് വീണ്ടും വന്നു, നീങ്ങി വാടാ തിന്നാൻ. പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല വീട്ടിൽ നിന്ന് ആഹാരം. അമ്മയായിട്ടൊരു കണക്ഷനും ഇല്ലാതെ 35 കൊല്ലം എനിക്ക് ജീവിക്കേണ്ടി വന്നു. അതാണ് അരക്ഷിതാവസ്ഥ എന്ന് ഞാൻ പറഞ്ഞത്. നാടകത്തിൽ ഇറങ്ങിയുകൊണ്ട് എനിക്കുണ്ടായ അരക്ഷിതാവസ്ഥയാണ്. പക്ഷെ ആ അരക്ഷിതാവസ്ഥ ഇന്ന് രൂപം മാറി രക്ഷിതാവസ്ഥയായി എന്ന് വേണമെങ്കിൽ പറയാം.